പഞ്ചാബിലെ മൊഹാലിയിൽ ബഹുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഹിമാചൽ സ്വദേശി ദൃഷ്ടി വർമ്മയാണ് മരിച്ചത്. അപകടത്തിൽ കെട്ടിട ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 6 നില കെട്ടിടമാണ് നിലം പതിച്ചത്. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ബേസ്മെന്റ് കുഴിച്ചതാണ് അപകട കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടും ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വീണ്ടും ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 15ഓളം പേർ ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. തുടർന്നാണ് NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ അപകടത്തിൽ ഇന്നലെ തന്നെ 2-3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിമാചൽ സ്വദേശിയായ ദൃഷ്ടി വർമ്മ, 20 വയസ്സാണ്. ആ പെൺകുട്ടിയാണ് മരിച്ചത്. ബാക്കി നിരവധി ആളുകൾ ആ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ പോലീസ് ഈ കെട്ടിട ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഈ പഞ്ചാബ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആളുകളുമൊക്കെയായി ബന്ധപ്പെടുന്നുണ്ട്. ജനങ്ങൾ ഈ പ്രവർത്തകരോട് ഒന്നിച്ച് മുന്നോട്ട് പോകണം, രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന്.